അന്ന് കയറി ഇങ്ങനെ ഇരിക്കുക അവർ HNDP-യിൽ ഇങ്ങനെ. വേറെ അമ്പലങ്ങളിലൊക്കെ വലിയ ദേവീ ക്ഷേത്രങ്ങളിൽ പോയാൽ ഒരവളും കാണത്തില്ല ഇവിടെ ഒരവനും. ഇവിടെ കയറി ഇങ്ങനെ ഇരിക്കുക ഇവന്മാർ. എന്തുവാണോ ഇങ്ങനെ കയറി ഇരിക്കുന്ന ഇവന്മാർ ഇങ്ങനെ ഉച്ചാമണി വരെ. എന്താ കയറി ഇരിക്കുവാണോ ഇങ്ങനെ ഉച്ചാമണി വരെ എന്ന് മനസ്സിലാവില്ല. ഉച്ചാമണി വരെ ഇങ്ങനെ കയറി ഇരിപ്പായോ? ഉച്ചാമണി വരെ ഇങ്ങനെ കയറി ഇരിക്കുക. ഉച്ചാമണി വരെ എന്താ എടുക്കുവാണ്? രാജമ്മ ഒത്തിരി നോക്കി. SNDP-ക്കാർ ഇവിടുത്തെ ആരാണെന്ന് വരുത്താൻ വേണ്ടി അവിടെ കുറെ ആണുങ്ങളെ കയറ്റി ഇവിടെ വെച്ചായിരുന്നു. അവള് കുറെ ആണുങ്ങളെ ഇതുപോലെ കയറ്റി ഇവിടെ വെച്ചായിരുന്നു. കുറെ SNDP-ക്കാരന്മാര് കയറ്റി വെച്ചിരിക്കുകയായിരുന്നു ഇവിടെ ഇങ്ങനെ. ഇതുപോലെ കുറെ SNDP-യിലെ കുറെ അവന്മാരെ ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുകയായിരുന്നു. നിന്റെ രക്ഷകർത്താവാൻ നടക്കുക. രക്ഷകർത്താവ് നീയൊക്കെ ആരാടാ? എന്റെ രക്ഷകർത്താവാൻ നീയൊക്കെ ആരാടാ? കണ്ട പെണ്ണുങ്ങളെയൊക്കെ രക്ഷകർത്താവാ നീയൊക്കെ ആരാടാ? നീയൊക്കെ എന്ന് വിചാരിച്ചാൽ മതിയോ രക്ഷകർത്താവ്? നീയൊക്കെ ആരാടാ കണ്ട പെണ്ണുങ്ങളെയൊക്കെ രക്ഷകർത്താവാന്? നീ ആരാ? നിനക്ക് ആരാടത്? എന്തുവാ നിയമം വല്ലോ പറഞ്ഞിട്ടുണ്ടോ? നീ കണ്ടവരുടെയൊക്കെ രക്ഷകർത്താവാണ്. വേറെ നിയമമുണ്ട്. നീ ആരാടാ കണ്ട SNDP-ക്കാരന്മാരൊക്കെ കയറി ഇവിടെ ഭരിക്കാൻ വരാന്? SNDP-ക്കാരും കണ്ട അയലത്തുകാരൊക്കെ കയറി ഇവിടെ ഭരിക്കാൻ ആരാടാ? നീയൊക്കെ നിന്റെ വീട്ടിലെ കാര്യം നോക്കണം. നീയൊക്കെ നിന്റെ വീടില്ലേ? നിന്റെയൊക്കെ വീട്ടിലെ കാര്യം പോയി നോക്ക്. സഹയമന്ത്രത്തിൽ കാര്യമൊന്നും നോക്കണ്ടവരവരും. ഇത് നടക്കുക കുറെ SNDP-ക്കാരന്മാരിങ്ങനെ കുറെ ഫോണുമായിട്ട് ഇങ്ങനെ ഇരിപ്പാ. ജോലി ഫോണും പിടിച്ചിങ്ങനെ ഇരിക്കുക. ഫോണും പിടിച്ച് കുറെ അമ്മമാർ എങ്ങനെ ഉച്ചാമണിയായി പോകാറായി ഇങ്ങനെ കയറി ഇരിക്കുക. എന്തുവാന്നാ ഇങ്ങനെ കയറി ഇങ്ങനെ ഇരിപ്പാ ജോലിയന്മാർക്ക്. ഇങ്ങനെ ഇരിക്കുക SNDP കയറി ഇരിക്കുക. പണ്ടൊന്നും ഇല്ലാത്ത രോഗമായി. പണ്ടൊന്നും SNDP-യിൽ ഒരാളും ഇരിക്കത്തില്ലായിരുന്നു. ഒരു ചാമി വരും. ചാമി രാവിലെ വരിക, അയാളെ ജോലി അയച്ച് ഇരിക്കപ്പുറവില്ലാതെ ജോലി ചെയ്യുക, അയാളെ വാട്ടിന് പോവുക. ഇരിക്കപ്പുറവില്ലാതായിരുന്നു ആ ചാമി ജോലി ചെയ്തത്. കഴുകുക, തുടയ്ക്കുക, അയാൾക്ക് ഇരിക്കാൻ നേരമില്ലായിരുന്നു ആ കിളവന്. അത് കഴിഞ്ഞ് അയാളെ കൊച്ചുമോന് വന്ന അവനും അതുപോലെ തന്നെ വരിക, രാവിലെ തന്നെ വരിക. അവന് 7 മണിക്ക് മുമ്പേ അവൻ്റെ വീട് പിടിക്കും. അവന് 7 മണിക്ക് മുമ്പേ അവൻ്റെ വീട് പിടിക്കുമായിരുന്നു. 7 മണിക്ക് മുമ്പേ എന്താ ഇരിക്കാനാ ഇവിടെ? അവൻ്റെ വീട് 7 മണിക്ക് മുമ്പേ പിടിക്കുമായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുക കുറെ അവന്മാരിങ്ങനെ 10-ാം മണി 12-ാം മണി 2-ാം മണി ഇങ്ങനെ ഇരിക്കുക. അവർക്ക് അവരുണ്ടാക്കാൻ ഇങ്ങനെ കയറി ഇങ്ങനെ ഇരിക്കുക. മുറിക്കകത്ത് കയറി ഇങ്ങനെ ഇരിക്കുക. കുറെ അവന്മാർ വന്നു മുറിക്കകത്ത് കയറി ഇങ്ങനെ ഇരിപ്പാ. പിന്നെ അയലത്തെ വീട്ടിലെ തിന്നയ്ക്ക് വന്നിരിക്കാനും ഒരാളൊന്നും വിളിക്കായിരുന്നു. അയലത്തെ ഇവിടോട്ട് വിളിച്ച് കയറ്റി ഇരുത്തുമായിരുന്നു വ്യക്തിയുടെ ജോലി. SNDP-ക്കാരന്മാരെ പിന്നെ കുറെ കഥയുണ്ടാക്കിയവൾ, കുറെ കഥ എന്നെക്കുറിച്ച് ഉണ്ടാക്കിയവള് ഉണ്ടാക്കി ഇപ്പൊ വഴിയെ നടക്കുക. എന്നെക്കുറിച്ച് കഥയുണ്ട്. ഇവള് കുറെ SNDP-ക്കാരുടെ കയറ്റി ഇരുത്തിയില്ലായിരുന്നു. കണ്ട ശീലനെയും കൂടിനേക്ക് ഇവിടെ കയറ്റിയിരുന്ന കാര്യം അവിടെ പറഞ്ഞ ശീലനും കൂടി ശീലന്റെ കഥകളൊക്കെ എന്ന് പറയാൻ ഇവിടെ ജോലി. ശീലൻ ആരാ എടുത്തത്? ആരാ ശീലന്? കണ്ട ശീലനും കൂടനും ഒക്കെ അങ്ങനെയൊക്കെ കയറ്റി ഇവിടെ വെച്ചാൽ ഇവിടെ ആരാ ഉള്ളത്? കണ്ടവനെയല്ല എന്റെ അച്ഛൻ കയറ്റി വെച്ചിട്ടില്ല. കണ്ട ആണുങ്ങളെ ഇവിടെ വന്ന് കയറി ഇവിടെ കണ്ട ആണുങ്ങളെയൊക്കെ കയറ്റി വെച്ചാൽ നിങ്ങൾ തുമ്പോട് കണ്ട ആണുങ്ങളെ കയറ്റി വെച്ചായിരുന്നു. ഇവിടെ ഇവിടെ വന്ന് കുറെ ആണുങ്ങളെ കയറ്റി വെച്ചോണ്ടിരുന്നത്. ഇവിടെ ആണുങ്ങളെ കയറ്റി വെച്ചോണ്ടിരുന്നോള്. ഇവിടെ കുറെ ആണുങ്ങളെ പിടിച്ച് വെച്ചോണ്ടിരുന്നോള്. തുമ്പോണില്ലാത്ത കുറെ വിശേഷം ഇങ്ങോട്ട് വന്ന് കുറെ എടുത്തവളാണ്. അവിടെ വിശേഷം കുറെ പത്രക്കാരനെ എല്ലാം കയറ്റിയെന്ന് വെച്ചോണ്ട് നടക്കുകയായിരുന്നു. ഇവിടെ കുറെ പത്രക്കാരൻ കയറി വന്ന് കാല് കഴുകുക, കൈ കഴുകുക, ഇങ്ങനെ നിൽക്കുക. അവിടെ ഇങ്ങനെ മാറി അങ്ങ് നിൽക്കുക അവൻ. ഞാൻ നോക്കുമ്പോ ഇങ്ങനെ അങ്ങ് നിൽക്കുക. അവനൊന്നും പോകുന്നില്ല. പത്രം ഇടാൻ വന്നവൻ ഇങ്ങനെ കയറി ഇങ്ങനെ അങ്ങ് നിൽക്കുക. അവിടോട്ട് കയറി ഞെളിഞ്ഞു പിടിച്ച്. ആരാണ് അവൻ? കയറി ഞെളിഞ്ഞു പിടിച്ചങ്ങ് നിൽക്കുക. ഒരു പത്രം ഇടാൻ വന്നവൻ. ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്ട് ആണുങ്ങൾ വരുന്ന ആണുങ്ങൾ ഇവിടെ ഉണ്ടെന്നൊക്കെ അറിയിക്കാൻ ആൾക്കാര്, ആരാണ്ട് ആണുങ്ങൾ ഇവിടെ പുറത്തുനിന്ന് അറിയിക്കാൻ അവളിങ്ങനെ വെച്ചോണ്ടിരിക്കുക. ആണുങ്ങളെ പിടിച്ച് ഇങ്ങനെയൊക്കെയാ ഡ്രാമ ഉണ്ടാക്കുന്നത്. ഡ്രാമ ആരാണ്ട് ആണുങ്ങൾ ഇവിടെ വരുന്നെന്ന് അതിന് ഡ്രാമ. എന്നിട്ട് നാട്ടുകാർ വ്യഭിചാരം പോലും വ്യഭിചാരം അവളാണ് വ്യഭിചാരം നടത്തിയത്. വ്യഭിചാരി എങ്ങാണ്ട് ഇത് വ്യഭിചാരി. അവൾ വ്യഭിചാരം കുറെ ആണുങ്ങളെ പിടിച്ച് വെച്ച് നടത്തിയത് ഞാനെന്താ വേണം? ആ വ്യഭിചാരി ആയതുകൊണ്ട് അവളെ പറഞ്ഞു വിട്ടിരുന്നത്. ആ വ്യഭിചാരിയെ പറഞ്ഞു വിട്ടിരുന്നു. വ്യഭിചാരി പത്രക്കാരനെ എല്ലാം പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓട്ടോക്കാരനെയും പത്രക്കാരനെയും എല്ലാം. ഇവിടെ ഓട്ടോക്കാരന്മാരെ വിളിക്കുന്നുണ്ടെങ്കിൽ
പോകാനറിയില്ല. എന്നിട്ട് അവിടെ പറഞ്ഞു വിടുക. ഓട്ടോക്കാരനെ ഒന്നും പിടിച്ച് അകത്ത് കയറ്റിയില്ലാലും. ഓട്ടോക്കാരനെ ഒന്നും പിടിച്ച് അകത്ത് കയറ്റിയില്ല. ഓട്ടോക്കാരനെയും ചെരുപ്പുകാരനെ ഒന്നും പിടിച്ച് കയറ്റിയുള്ള പരിചയമൊന്നുമില്ല. ഓട്ടോക്കാരനെയും ചെരുപ്പുകാരനെ ഒന്നും പിടിച്ച് കയറ്റി അകത്ത് കയറ്റേണ്ട ഇതൊന്നും ഇല്ല ഇവിടെ. അത്ര ഗതികളൊന്നും അല്ല. ഓട്ടോക്കാരനെയും ചെരുപ്പുകാരനെയൊക്കെ പിടിച്ച് അകത്ത് കയറ്റാൻ വാണിപ്പക്കഥ ഉണ്ടാക്കി നടക്കുക. വാണിപ്പക്കഥ കുറെ ആൾമാരും വാണിപ്പക്കഥ ഉണ്ടാക്കുന്നു പെണ്ണുങ്ങളെ കുറിച്ച്. അങ്ങനെയുള്ള പെണ്ണുങ്ങളെ കൊണ്ട് നടന്ന് വാണിപ്പക്കഥ നേരത്തെ നല്ലപോലെ അറിയാലോ. വാണിപ്പക്കഥ ധനം കൊണ്ടാക്കുക വാണിപ്പക്കഥ. എന്നെ കുറിച്ച് വാണിപ്പക്കഥയൊന്നും ഉണ്ടാക്കല്ല. നല്ലപോലെ വാണിപ്പക്കഥ ഉണ്ടാക്കി നടക്കുന്നവളുമാരുണ്ട്. CPM നല്ല പരിചയമാണ് വാണിപ്പക്കാരെ വെച്ച്. നല്ല പരിചയമാണ് CPM-കാർക്ക് വാണിപ്പക്കഥ ഉണ്ടാക്കി. നല്ല പരിചയമാണ് CPM-കാർക്ക് വാണിപ്പക്കഥയായിട്ട് നടക്കുക. CPM-കാരികൾ അവരെ സപ്പോർട്ട് ചെയ്ത് കൊണ്ട് നടക്കുക. ഇങ്ങനെ CPM അമ്മമാരും ഇങ്ങനെ വാണിപ്പക്കഥ ഉണ്ടാക്കി. വാണിപ്പക്കഥയോട് വാണിപ്പക്കഥയോ SNDP-കാരന്മാരൊന്നും ഇങ്ങോട്ട് കയറി ഭരിക്കണ്ട. SNDP-കാരന്മാര് കഥയൊന്നും ഉണ്ടാക്കണ്ട. ഇങ്ങോട്ട് കയറി SNDP വരുന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നാൽ മതി. SNDP അയലത്തുള്ള പെണ്ണുങ്ങളെ കുറിച്ചൊന്നും കഥ ഉണ്ടാക്കണ്ട. SNDP-കാരന്മാര് അയലത്തുള്ള പെണ്ണുങ്ങളെ കുറിച്ചൊന്നും കഥ ഉണ്ടാക്കണ്ട. അതിന്റെ ഓഫീസിൽ വന്നിരുന്നുണ്ട്. ഇങ്ങോട്ട് കഥയൊന്നും ഉണ്ടാക്കണ്ട. അതാ പറഞ്ഞോളൂ. ഇങ്ങോട്ട് കഥയൊന്നും ഉണ്ടാക്കണ്ട. SNDP-കാരന്മാര് അയലത്തുകാരുടെ കാര്യം നോക്കിയാൽ മതി. എന്റെ കാര്യം നോക്കണ്ട. അയലത്തുകാരന്മാരൊന്നും ഇങ്ങോട്ട് കയറി ഭരിക്കണ്ട. ഇവിടെ ആരെയും ഭരിക്കാൻ പോകുന്നില്ല. അവരെ വീട്ടിൽ ഇങ്ങനത്തെ കഥകളും ഉണ്ടാക്കുന്നില്ല. ആരെക്കുറിച്ചും കഥകൾ ഉണ്ടാക്കുന്നില്ല. ഇങ്ങോട്ട് കയറി കഥയൊന്നും ഉണ്ടാക്കണ്ട. അവരും കാശുണ്ടാക്കണമെങ്കിൽ നീയൊക്കെ തന്നെ തുണി അയച്ചിട്ട് ആടി കഥ ഉണ്ടാക്കുക. നീയൊക്കെ തന്നെ തുണി അയച്ചിട്ട് ആടി കഥ ഉണ്ടാക്കിയാൽ മതി. നീയൊക്കെ തന്നെ ആർക്ക് ആ പൈസ ഇങ്ങനെ മോട്ടിച്ച് തിന്നു വേണ്ട. അവന്മാരും തുണി അയച്ചിട്ട് ആടി കഥ ഉണ്ടാക്കിയാൽ മതി. അല്ലാതെ എന്നെക്കുറിച്ച് കഥയൊന്നും ഉണ്ടാക്കണ്ട. അവരും എന്നെക്കുറിച്ച് കഥ ഉണ്ടാക്കണ്ട. ഏതൊക്കെ കഥ ഉണ്ടാക്കുന്ന വെച്ചാൽ അവന്മാർ തുണി അയച്ചിട്ട് അവന്മാരും തുണി അയച്ചിട്ട് ആടി കഥ ഉണ്ടാക്കിയാൽ മതി. വല്ല പെണ്ണുങ്ങളെ കുറിച്ചൊന്നും ഉണ്ടാക്കണ്ട. വല്ല മക്കളും ഉണ്ടെങ്കിൽ അവളുമാരെ തുണി അയച്ചിട്ട് ആട്ട്. പെൺമക്കളും ആൺമക്കളും ഒക്കെ ഉണ്ടെങ്കിൽ അവളുമാരെ പ്രായമായി കാണും. അവളുമാരെയൊക്കെ തുണി അയച്ചിട്ട് ആട്ടി കഥ ഉണ്ടാക്കും. പ്രായമായിപ്പോ. അല്ലാതെ എന്നെക്കുറിച്ചും എന്റെ കൊച്ചിനെ കുറിച്ചൊന്നും കഥ ഉണ്ടാക്കണ്ട. ഒരവളും ഒരവരും വ്യഭിചാരക്കഥയൊന്നും നടത്തി തിന്നാനല്ല എന്റെ കൊച്ചിനെ വെച്ച് വ്യഭിചാരക്കഥയൊന്നും ഉണ്ടാക്കി തിന്നാനല്ല ഞാൻ ഇരിക്കുന്നത്. ഇങ്ങനെ കുറെ വ്യഭിചാരികള് പൊതുവ്യഭിചാരികൾ നടക്കുക. കുറെ വ്യഭിചാരക്കഥ പറഞ്ഞ് തിന്നുക. പഠിത്തത്തിനൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഈ വ്യഭിചരിക്കുന്ന കഥ പറഞ്ഞ് തിന്നുക കുറെ ആളുമാര്. SNDP ഒന്ന് ഇങ്ങനെ കയറി ഇരിക്കുക. കടയിലോട്ടെല്ലാം ലേസറും അടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. 12 മണി ആയാലും പോകത്തില്ല. 12 മണിയും 11 എന്തെടുക്കാതെ ഒന്നാലും ഇങ്ങനെ കയറി ഇരിക്കുക. ഇങ്ങനെ വായനയാ സൂയനയാ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ വായിപ്പിക്കാൻ വേണ്ടി 41 ദിവസം നമ്മുടെ തലയിലോട്ടൊക്കെ അടിയായിരുന്നു ജോലി. നമ്മുടെ തലയിലോട്ട് കണ്ടിന്യൂസ് ആയിട്ട് അടിയായിരുന്നു. കുറെ അവളുമാരും കയറി ഇരിപ്പായിരുന്നു ജോലി അതിനകത്ത്. 41 ദിവസം കുറെ അവളുമാരും വേറെ ഒന്നും ഇല്ല. ഇവിടെ ഉണ്ട് 41 ദിവസം കുറെ വായനക്കാരന്മാരും ഇങ്ങനെ വന്ന് ഇരിക്കുകയായിരുന്നു. അവളാ വന്നിരിക്കുന്ന വ്യക്തി എന്ത് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ മണി എന്ന് പറയുന്നവള് കൊടൂരത്തെ ഒരു മണി എന്ന് പറയുന്നവൾ ഇങ്ങനെ നടക്കുകയായിരുന്നു. അത് കയറി ഇരിക്കുന്നതാണ്. അവള് വായിക്കാൻ അറിയാം. അവൾക്ക് വായിക്കാനും കുഴിക്കാനും ഒന്നും അറിയില്ല. പക്ഷെ അതിനകത്ത് അവൾ എപ്പോഴും ഉണ്ട്. ഇങ്ങനെ പോകുമ്പോഴും വരുമ്പോഴെല്ലാം കൊടൂരത്ത് മണി കയറി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിനകത്ത് കൊടൂരത്ത് മണി കുറെ ആണുങ്ങളുമായി കട്ടൻ ചുറ്റി ഇങ്ങനെ ഇരിപ്പായിരുന്നു ജോലി. കൊടൂരത്ത് മണി കുറെ